ഹായ് ഗൈസ്, ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് കോമ്പിനേഷൻ വെച്ചിട്ട് അടുത്ത 2 കളികൾ ജയിച്ച് ടീം സെമിയിൽ കയറുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് വെച്ചിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യക്ക് ഓപ്പണിങ്ങിൽ സർവൈവ് ചെയ്യാൻ പാടാണ്. ലാസ്റ്റ് 3 കളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് സ്പിന്നർ മുന്നിലാണ് നമ്മുടെ ഓപ്പണേഴ്സിൻ്റെ വിക്കറ്റ് പോയിരിക്കുന്നത്. ആദ്യത്തെ 2 കളിയിൽ അഭിഷേക് ശർമ്മ കീഴടങ്ങി, ഇന്നത്തെ കളി ഇഷാൻ കിഷനും പോയി. നമ്മുടെ സഞ്ജുവിന് ഒരു റൈറ്റ് ഹാൻഡാണ്, പുള്ളിക്കാരനെ കളിപ്പിക്കില്ല. അത് വേറൊരു ഓപ്ഷൻ ഇന്ത്യൻ ടീമിനില്ല ഇപ്പം ടോപ്പ് ഓർഡറിൽ. കാരണം നമ്മുടെ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നത് സ്പിൻ ബോളിങ്ങിന് മുന്നിലാണ്. സ്പിന്നിനെ കളിക്കാൻ നല്ലൊരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ മസ്റ്റായിട്ട് വേണം. കുറേയധികം ലെഫ്റ്റ് ഹാൻഡേഴ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. സഞ്ജുവിനെ കളിപ്പിക്കണമെങ്കിൽ 3 പേരെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ളത്. ഒന്ന് അഭിഷേക് ശർമ്മ, 1.5 വർഷമായിട്ട് ഇന്ത്യൻ ടീമിനെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം. പിന്നെ ഒന്ന് തിലക് വർമ്മ, പുള്ളിക്കാരൻ ഇപ്പോൾ കളിക്കുന്നത് T20 ആണോ 1 ഡേ ആണോ എന്ന് പുള്ളിക്കാരൻ പോലും അറിയില്ല. ഇന്ന് പുള്ളി 1 റൺ അടിച്ചത്. പിന്നെ ഇന്ത്യൻ ടീമിൽ ഒരു മെയിൻ ഫിനിഷറുണ്ട്, റിങ്കു സിംഗ്. ലാസ്റ്റ് കളിച്ച 4 കളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റൺ 24 റണ്ണാണ്, അതും 29 ബോളോ 28 ബോളോ. ഇത്രയും പേര് ഈ രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് സഞ്ജു, നല്ലൊരു സ്പിന്നെ കളിക്കുന്ന പ്ലെയറായ സഞ്ജു പുറത്തിരിക്കുന്നത്. നോക്കാം അടുത്ത കളിയെങ്കിലും സഞ്ജു ടീമിലുണ്ടാകുമോ എന്ന്. ഇന്ന് കമന്റേറ്ററിൽ ദിനേശ് കാർത്തിക് പറയുന്നുണ്ട്, സഞ്ജു ഷുഡ് ബി ഇൻ ദ ഇന്ത്യൻ ടീം ഫോർ ദ നെക്സ്റ്റ് 2 മാച്ചസ്. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ.